ബാറക്മാർ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ബസേലിയസ് ജോസഫ് ബാവ തിരുമേനി, അഭിനന്ദ പിതാവായ മാത്യൂസ് മോർ തിമോത്തിയോസ് തിരുമേനി, ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ ട്രസ്റ്റി, സെക്രട്ടറി, പള്ളി ഭരണസമിതി അംഗങ്ങളെ, ഭക്തസംഘടനാ ഭാരവാഹികളെ, വന്നുചേർന്നിരിക്കുന്ന കർത്താവിൽ പ്രിയരെ, നമ്മുടെ കാവൽ പിതാവാണ് പരിശുദ്ധനായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹ. തക്ഷശില കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഗാന്ധാര രാജ്യത്തിലെ ഗോണ്ടഫോറസ് രാജാവിന്റെ സ്വപ്നം അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. കെട്ടിടം പണിയുന്നവരുടെ മധ്യസ്ഥനായി ആ പരിശുദ്ധ പിതാവ് ഇന്ന് നമുക്ക് വേണ്ടി ആത്മീക ജാമ്യമായി സ്വർഗത്തിൽ നിലകൊള്ളുകയാണ്. ഞാനും എൻ്റെ മക്കളും എന്ന അന്ത്യനാളിൽ ആ പരിശുദ്ധനായിരിക്കുന്ന ശ്ലീഹ കർത്താവിൻ്റെ മുൻപേ പറയുന്നത് നമ്മെക്കുറിച്ചാണ്. ആ വലിയ സാക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിലും ജ്ഞാനത്തിലും സൗഹാർദ്ദത്തിലും ഇന്ത്യയെ ജീവന്റെ പുളിപ്പിൽ പരിശുദ്ധിയിൽ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്ക് ഏവർക്കും ആയിരിക്കാം. ഈ പെരുന്നാളിൽ നാം അനുഗ്രഹീതരായി തീർന്നിരിക്കുന്നത് ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ടാണ്. ശ്രേഷ്ഠ ബാവ തിരുമേനി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ഈ സഭ ശാന്തതയിലാണ്. വിനീതർ ഭൂമിയെ അവകാശമാക്കും. 37 സംഘത്തിന് 11 വാക്യം പറയും പ്രകാരം ഈ സഭയ്ക്ക് ദിശാബോധം നൽകിക്കൊണ്ട് അതിന്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ശ്രേഷ്ഠഭാവ കാലം ചെയ്ത പുണ്യശ്ലോകനായിരിക്കുന്ന മോർ ബസേലിയസ് തോമസ് പ്രഥമൻ ബാവായുടെ കാൽച്ചൂടുകളിലൂടെ ധൈര്യമായി ദിശാബോധത്തോടെ നമ്മെ നയിക്കുകയാണ്. ശ്രേഷ്ഠഭാവായുടെ സാന്നിധ്യം കൊണ്ട് ഇന്ന് നാം അനുഗ്രഹീതരാകുമ്പോൾ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധ സഭയുടെ സമാനതകളില്ലാത്ത അതി ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രേഷ്ഠഭാവയ്ക്ക് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥനയിൽ ഒത്തൊരുമിക്കുകയും ചെയ്യാം. മഹാപരിശുദ്ധനായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹായുടെ എല്ലാവിധമായ മധ്യസ്ഥത കൊണ്ട് നാം ഇന്ന് അനുഗ്രഹീതരാകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ ആത്മീക ചൈതന്യം പ്രാപിക്കുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ശ്രേഷ്ഠഭാവയിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ പറയുവാനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ശ്രേഷ്ഠഭാവയുടെ അനുവാദത്തോടെ പള്ളിത്താഴത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ജൂബിലി ഫണ്ട് അത് സെന്റ് തോമസ് ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത് വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ശ്രേഷ്ഠഭാവ അതിന്റെ പേട്രണാണ്. ബാവയുടെ അനുഗ്രഹീത കൽപ്പനകളിൻ കീഴിൽ ആ ട്രസ്റ്റ് അനുഗ്രഹകരമായി പ്രവർത്തിച്ചു വരുമ്പോൾ ആശയറ്റവർക്കും ആലംബഹീനർക്കും അത് അത്താണിയായി വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. അന്ന് പുത്തമ്പുരയ്ക്കൽ ശ്രീമാൻ ബേബി എന്ന സഹോദരന്റെയും മറ്റ് അനേകം പേരുടെയും തിഷ്ണമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ആരംഭിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് ശ്രേഷ്ഠഭാവയ്ക്ക് നല്ല സ്വീകരണം നൽകുവാൻ ഹൃദയത്തിന്റെ അഗാധതലങ്ങളിൽ നിന്ന് ആ ട്രസ്റ്റ് അംഗങ്ങൾ ആഗ്രഹിക്കുന്നു. ശ്രേഷ്ഠഭാവയെ തോമസ് പ്രഥമൻ ബാവായുടെ അതേ പദവിയിൽ ചീഫ് പേട്രണായി സമർപ്പിക്കപ്പെടുവാനായിട്ട് ട്രസ്റ്റ് അംഗങ്ങൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ ശ്രേഷ്ഠഭാവയ്ക്ക് എല്ലാവിധമായ മംഗളങ്ങളും സെന്റ് തോമസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നേരുന്നു. ഇപ്പോൾ അവർക്ക് ബാവയ്ക്ക് ഉപഹാരങ്ങൾ നൽകുവാനായിട്ടുള്ള അവസരവും കൂടിയാകുന്നുവെന്ന് അറിയിക്കുന്നു.